കത്തോലിക്കാ സഭയുടെ 2025 ജൂബിലി വർഷത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറക്കുന്നതോടെ ജൂബിലി വർഷത്തിന്റെ വിശേഷാൽ അനുഗ്രഹങ്ങളിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. ഡിസംബർ 29-ന് കത്തീഡ്രലുകളിലും കോ-കത്തീഡ്രലുകളിലും ബിഷപ്പുമാരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണ് ജൂബിലിയുടെ പ്രമേയം. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് റോമിലെ റെബീബിയയിലെ ജയിലിൽ ഡിസംബർ 26-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധവാതിൽ തുറക്കും. ഒരു ജയിലിൽ വിശുദ്ധവാതിൽ മാർപ്പാപ്പ തുറക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. വിശ്വാസികൾക്ക് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യപ്രവർത്തികൾ ചെയ്യാനും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനുമുള്ള പ്രത്യേക അവസരമാണ് ജൂബിലി. സാധാരണയായി 25 വർഷത്തിലൊരിക്കലാണ് കത്തോലിക്കാ സഭയിൽ ജൂബിലി ആചരിക്കുന്നത്. ജൂബിലി 2025 വെബ്സൈറ്റിൽ ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന പ്രധാന പരിപാടികളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും ലഭ്യമാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കൂടാതെ മറ്റു 3 പേപ്പൽ ബസിലിക്കകളായ സെന്റ് ജോൺ ലാറ്ററൻ, സെന്റ് മേരി മേജർ, സെന്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾ എന്നിവിടങ്ങളിലും റോമിലെ റെബീബിയയിലെ ജയിലിലും മാത്രമാണ് വിശുദ്ധവാതിൽ തുറക്കപ്പെടുക. അതേസമയം വിശുദ്ധവാതിലുകൾ ഇല്ലെങ്കിലും പ്രാദേശികമായി കത്തീഡ്രലുകളും മറ്റ് നിർദ്ദിഷ്ട ദേവാലയങ്ങളും സന്ദർശിച്ചുകൊണ്ടും കരുണയുടെ കൂദാശ സ്വീകരിച്ചുകൊണ്ടും ദണ്ഡവിമോചനത്തിനുള്ള മറ്റു കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടും വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം ഈ ജൂബിലി വർഷത്തിൽ പ്രാപിക്കാവുന്നതാണ്. 2026 ജനുവരി 6-ന് യേശുവിന്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ദിനത്തിൽ ജൂബിലി വർഷം ഔദ്യോഗികമായി സമാപിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.